ചട്ടി ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/4 ടീസ്പൂൺ കടുകും ഫ്രഷ് കറിവേപ്പിലയും ഒരു ചെറിയൊരു പീസ് തേങ്ങാക്കൊത്ത്, ഒരു മുറി തേങ്ങാക്കൊത്ത് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴണ്ടുന്ന് കാണുമ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. ഈ ഒരു സമയം 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ടുന്ന് കാണുമ്പം ഇതിനകത്തോട്ട് എരിവിനനുസരിച്ച് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നോട്ടെ. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനാവശ്യമായ അളവിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയൊക്കെ ഒന്ന് പാകമായെന്ന് കാണുമ്പോൾ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ അളവിലെ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമുളകൊന്ന് മാറിയെന്ന് കാണുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ചെമ്മീനുണ്ട്, അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മസാലയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ 2 കഷ്ണം കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ട് വെച്ചതാണ്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പുളിവെള്ളം കൂടെ ചേർത്ത് ചെറുതീയിൽ മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മസാലയും പുളിയൊക്കെ നമ്മുടെ മീനിനകത്തോട്ട് നല്ല രീതിയിലൊന്ന് പിടിച്ചിട്ടുണ്ടാവും. മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ മീൻ കഷ്ണത്തിൽ മസാലയും പുളിയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില, പിന്നെ വേണ്ട 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതീയിലൊന്ന് ചെയ്യണം, കാരണം കുറച്ചുകൂടെ ആ ഒരു വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആക്കി എടുത്താൽ തന്നെ നല്ല ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.